ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ സൺഡേ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുമാത്രമല്ല, ഇന്നത്തെ ഡേ വളരെ സ്പെഷ്യലാണ്. കാരണം ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ബർത്ത്ഡേ വിശേഷങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. നമ്മൾ ജീരക വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അടുത്തായിട്ട് നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയാണ് കേട്ടോ. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ കുട്ടി ദോശയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിച്ചോളും. ഈ ഒരു വലുപ്പത്തിൽ കുറേ എണ്ണ ഉണ്ടാക്കാം നമുക്ക് ഒരു ട്രിപ്പിൽ. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം. ദോശ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ദോശയൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ട്രിപ്പ് തന്നെ നമുക്ക് ഇതുപോലത്തെ 6 കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. 2 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കഴിക്കാനുള്ളതാവും. പിന്നെ നമുക്ക് കുറച്ച് വലിയ ദോശ ഉണ്ടാക്കിയെടുക്കാം. ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ദോശ ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഈ ഒരു സവോള വേണം, ഒരു മീഡിയം സൈസ്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വേണം. ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഷേപ്പ് ഒന്നുമില്ല, നമുക്ക് ഒരു ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ. ഇതിലേക്ക് നമുക്ക് 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി റെഡിയാകുമ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്നാകാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ്. തക്കാളിയൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വാടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. അരക്കുമ്പോൾ ഒരു സാധനം കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ചട്നിയുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാമെന്ന്. ഇതാണ് കേട്ടോ, തേങ്ങ. അപ്പം നിങ്ങളെടുത്ത് ചെറിയ തേങ്ങ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഉള്ളതുകൊണ്ട് ഇത് ഞാൻ ചെറിയ പീസായിട്ട് ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഒരു പിടി തേങ്ങ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്നി അരക്കുമ്പോൾ ചട്നി നല്ലൊരു തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം അരക്കുമ്പോൾ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്നി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഞാൻ ഇനി ഇതിൽ വറവ് കഴിച്ചിടുന്നൊന്നുമില്ല, കടുകൊന്നും പൊട്ടിച്ചിടുന്നില്ല. ഇങ്ങനെ തന്നെ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ എണ്ണയിലൊക്കെ വഴറ്റിയെടുത്തിട്ടാണ് ഈ ഒരു ചട്നി റെഡിയാക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കടുകൊക്കെ ഒന്ന് താളിച്ചിട്ടിട്ടും നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ചായ കുടിക്കേണ്ട ടൈമായി. അപ്പോൾ നമ്മുടെ ഉഴുന്ന് ദോശയും ചട്നിയും കട്ടൻ ചായയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഉച്ചത്തെ വിശേഷങ്ങളൊക്കെ കാണാം.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അതുപോലെ മക്കൾക്കും ഞാൻ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. നമ്മളിന്ന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവിയലും അതുപോലെ തന്നെ സാമ്പാറും തോരനും പിന്നെ മീൻകറിയൊക്കെയാണ് ഇന്നത്തെ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ഡിഷസ്. അപ്പം കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഞാനൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചേനയും നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നേ. അപ്പോൾ ആ പയറും കൂടെ ഞാൻ അവിയലിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, പിന്നെ മുരിങ്ങക്കായ, നമുക്ക് പച്ചക്കായ കിട്ടിയിട്ടില്ല കേട്ടോ, പച്ചക്കായ ഇല്ല. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ട പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ക്യാബേജ് തോരന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിയൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കട്ട് ചെയ്തെടുത്തു. എനിക്ക് തോരൻ്റെ ഈ ഒരു ക്യാബേജും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കേണ്ട കാര്യം കൂടെ നോക്കാം. ചോറ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാബേജ് ഉറവിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാബേജും പച്ചമുളകും ഉള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ കൂടെ തിരുമ്മി എടുത്തതാണ്. അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് അടച്ചു വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരനും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിയലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അവിയലിൻ്റെ കഷ്ണങ്ങൾ ഓൾറെഡി വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുക്കാം. തേങ്ങയും ജീരകവും കൂടി ഒന്ന് ഒതുക്കിയെടുത്ത് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമ്മളതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ കഴുകി വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, മുരിങ്ങക്കായ, വഴുതനങ്ങ, ചേന, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഒരു വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോഴേക്ക് അവിയൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ തൂക്കി അതങ്ങ് മാറ്റി വെക്കാം. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമ്മൾ വറുത്തെടുക്കുകയാണ്. ഈ സമയത്ത് മീൻകറിയുടെ അരപ്പും കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നല്ല കഷ്ണം മീനുകളാണ് ഈ ഒരു മീൻകറി വെക്കാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ലാസ്റ്റ് കറി സെറ്റായിട്ട് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിലുള്ള ഒരു മീൻ കറിയും കൂടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ആവോലി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കുറച്ച് പപ്പടവും കൂടെ കാച്ചി എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവോലി കറി റെഡി ആയിട്ടുണ്ട്. കാബേജ് വറവ്, അവിയൽ, പപ്പടം, ഫിഷ് ഫ്രൈ, സാമ്പാർ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ലഞ്ച് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറും വറുത്തരച്ച സാമ്പാറും അവിയലും കാബേജ് തോരനും ഫിഷ് ഫ്രൈയും പപ്പടവും പിന്നെ ഫിഷ് കറിയും പിന്നെ പായസവും കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് പരിപ്പ് റതവനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. അപ്പോൾ നമ്മളൊരു കേക്ക് മേടിക്കാൻ വന്നിട്ടുള്ളത് ഒയാസിസ് ബേക്കറിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തലേ ദിവസം രാത്രി, അതായത് ശനിയാഴ്ച രാത്രിയാണ് കേക്ക് മേടിക്കാൻ വന്നത്. ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് കേക്ക് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ വാൻചോ കേക്കാണ് എടുത്തത് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ശേഷം കുട്ടികൾക്ക് 2-3 ഐറ്റംസും കൂടെ അവിടുന്ന് മേടിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ സൺഡേ നൈറ്റൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം കുറച്ച് ബലൂണൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനൊന്ന് ചെയ്തു കൊടുത്തതാണ് കേട്ടോ, അവരങ്ങനെ പറഞ്ഞപ്പോൾ. പിന്നെ ഇതാ മക്കൾ കേക്കൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. Happy birthday to you. Which happy birthday, happy birthday, happy birthday to you. അയ്യോ എടുത്തിട്ടില്ല. സൂപ്പറാ. കഴിച്ചോ കഴിച്ചോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മക്കള് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബർത്ത്ഡേ കാർഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അത് സത്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മക്കൾ കാർഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ചെറിയ മോന് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോളാണ് ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ രണ്ടുപേരും ഈ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം സ്വാസ് ടേസ്റ്റി ട്രീറ്റ്സ്. താങ്ക് യു.